കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിലും അവിടുത്തെ ശക്തിയിലും ആശ്രയിപ്പാൻ വലിയവനായ ദൈവം, വിടുവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, അവിടുത്തെ ശക്തി ഈ പകലിലും നമുക്ക് വേണ്ടി പുറപ്പെടുവിക്കും. വിശ്വസിക്കണം. ശക്തി അനുഭവിക്കാൻ കഴിയുന്നത് ബലം നഷ്ടപ്പെടുമ്പോഴും ബലം ചോർന്നു പോകുമ്പോഴും ധൈര്യമില്ലാത്തപ്പോഴുമാണ് ദൈവത്തിൻ്റെ ശക്തിയും കരുത്തും നമ്മളിലേക്ക് വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ദൈവമേ അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ എനിക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് ഹോവയായ ദൈവത്തിൻ്റെ കരുത്തിലിരിക്കും. ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ഇന്ന് പകലിലും അടുത്തുചെല്ലാം. സൂര്യനും പരിചയമായവൻ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്തവൻ, നിലയുമെന്നും എന്നേക്കും അനന്യനായവൻ, തൻ്റെ സകല പ്രവർത്തികളെയും ഓർക്കുന്ന ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും എന്നുള്ളതിന് സംശയമില്ലാകയാൽ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വരാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് ശക്തിയോടെ വിളിച്ചു പറയാൻ, ആത്മാവിൽ പാടാൻ നമുക്കിടയാവണം. എപ്പോഴാണ് പാടേണ്ടത്? പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോഴും കഷ്ടതയിലും പാടാൻ നമുക്കിടയാവണം. ഭക്തന്മാരൊക്കെ പാടിയത് കഷ്ടതയിലാണ്. ദാവീദ് പാടിയത്, ആസാഫ്, കോരപുത്രന്മാർ, എല്ലാ പാട്ടുകളും വേദനകളുടെ നടുവിലും അരാജകത്വം വ്യാപരിച്ചപ്പോഴും അവർ പാടാൻ തുടങ്ങി. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുമെന്നും ദൈവം ഞങ്ങളുടെ സങ്കേതമാണെന്നും ദൈവം ഇസ്രായേൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ് നിശ്ചയമെന്നും എൻ്റെ ബലമായ യഹോവയെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പാടണമെങ്കിൽ ഒരാത്മീയ കരുത്ത് നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ മതിയാകും. നമ്മൾ തിരിച്ചാണ് പ്രതികൂലങ്ങൾ വരുമ്പോൾ അതുവരെ നടത്തിയ ദൈവത്തെ, കഴിഞ്ഞ മിനിറ്റിൽ സഹായിച്ച ദൈവത്തെ, ശക്തീകരിച്ച ദൈവത്തെ, ബലം കൽപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞ ഇനിയും എന്തായിത്തീരും എന്ന അകുലതകളും വ്യാകുലതകളും നമ്മുടെ ജീവിത പാന്താവുകളിൽ കടന്നു വന്ന് നമ്മുടെ പടകിനെ ഉലയ്ക്കുന്ന സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നലെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കും, നാളെയും വിടുവിക്കും, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവരിൽ ആശ വച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഈ ഒരാശയും പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ കഴിയും. നമ്മുടെ ദൈവം വലിയവനാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുത്തേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ഈ പകൽ വിശ്വസിക്കാൻ തയ്യാറാകണം. അവിടുത്തേക്ക് കഴിയാത്ത ഒരു കാര്യം, നമുക്ക് കഴിയാത്ത ദൈവത്തിന് കഴിയും. നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ് ദൈവപ്രവൃത്തി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ ചെറുതാണ്, എന്നാൽ ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ആത്മാവിൽ പാടാൻ, അഭിഷേകത്തോടെ മൂവ് ചെയ്യാൻ യഹോവയായ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കുമെന്നും എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുമെന്നും യഹോവയായ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, യാചനകൾക്ക് മറഞ്ഞിരിക്കാത്ത ദൈവം, പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം, തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ദൈവം, ഭയപ്പെടണ്ട എന്ന് അരുളി ചെയ്യുന്നവർ, ഇന്ന് പകലിലും ആ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ അവിടുത്തെ ആത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 74-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം,
നിത്യശൂന്യങ്ങളിലേക്ക് നിൻ്റെ കാലടി വെക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. ആസാഫിൻ്റെ സങ്കീർത്തനമാണ്, ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത്. പണ്ട് നീ സമ്പാദിച്ച നിൻ്റെ സഭയെയും നീ വീണ്ടെടുത്ത നിൻ്റെ അവകാശത്തെയും നീ വസിച്ചിരുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ഇതൊരു പ്രാർത്ഥനയാണ് ഭക്തൻ്റെത്. 73-ാം സങ്കീർത്തനത്തിലും താൻ പ്രാർത്ഥിക്കുന്നു. താൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് മുട്ടുമടക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി, തൻ്റെ പ്രാർത്ഥനയ്ക്കൊരു റിസൾട്ടുണ്ട്. എൻ്റെ കയ്യിൽ പിടിച്ചവനാരാണ്? സ്വർഗത്തിലും ഭൂമിയിലും അവിടുന്നല്ലാതെ എനിക്കാരുമില്ല. എന്നെ മഹത്വത്തിലേക്ക് ചേർക്കുന്ന ഒരു ദൈവം, ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പ്രഖ്യാപിക്കാൻ 73-ൽ താൻ തയ്യാറായി. 74 വന്നപ്പോൾ ശൂന്യത കണ്ട, ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥ കണ്ട, ഹല്ലേലൂയ, എല്ലായിടത്തും തകർച്ചകൾ കണ്ട താൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് സമ്പാദിച്ച സഭ, അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശു ക്രിസ്തു സമ്പാദിച്ച സഭ, അതിൻ്റെ എല്ലാ ശൂന്യതകളെയും മാറ്റാൻ ഇന്ന് പകൽ അവിടുന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇടിച്ചു കളഞ്ഞത്, പൊടിച്ചു കളഞ്ഞതിനെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രിയരെ, നാം കർത്താവിൻ്റെ മന്ദിരമാണ്, നാം കർത്താവിൻ്റെ ആലയമാണ്. ഇതിനെ ഇടിച്ചു കളയുവാൻ, പൊളിക്കുവാൻ, തകർക്കുവാൻ ഉന്നം വെച്ച് നിൽക്കുന്ന ശക്തികളെ നോക്കി അവിടുന്ന് വിളിച്ചു പറയുന്നു, ഞാൻ പണിയും, ഞാൻ പണിയും, ഞാൻ പണിയും. ആർക്കും അതിനെ തകർക്കാൻ സാധ്യമല്ല, ഒരു ശക്തിക്കും അതിനെ ഇടിക്കാൻ സാധ്യമല്ല. പണിയുന്നവൻ സർവശക്തൻ, മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ, സകലത്തെയും കാൽ കീഴാക്കിയവൻ, സകലത്തിൻ്റെയും അധികാരം കൈക്കലുള്ളവൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ഞാൻ പണിയാൻ പോകുകയാണ്. നിത്യശൂന്യങ്ങളിലേക്ക് ദൈവമേ അങ്ങയുടെ കാലടി ഒന്ന് വെക്കണമേ. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചു തുടങ്ങൂ. ഏതൊക്കെ വിഷയത്തിൽ ശൂന്യത അനുഭവിക്കുന്നു, ഷോർട്ടേജുകൾ അനുഭവിക്കുന്നു, ആത്മീയ വിഷയത്തിൽ നീ ശൂന്യമായി പോയോ? പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വചനധ്യാനത്തിൽ, അഭിഷേകത്തിൻ്റെ നിറവിൽ കുറവ് വന്നിട്ടുണ്ടോ? ഇന്ന് പകൽ വിളിച്ചു പറ. സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ഔദ്യോഗിക മേഖലകളിലാകട്ടെ, നിത്യമായി ശൂന്യതയെന്ന് നീ ചിന്തിക്കുന്ന ഇടത്തേക്ക് ഇന്ന് പകൽ വിളിച്ചു പറ. ദൈവമേ, അങ്ങയുടെ കാലുകൾ ഒന്ന് സ്പർശിക്കണമേ. വിളിച്ചു പറയാൻ തയ്യാറാകൂ. അവിടുത്തെ കാലുകളൊന്ന് സ്പർശിക്കണമേ. നിറയ്ക്കുന്നവൻ, ശൂന്യതകളെ മാറ്റുന്നവൻ, തകർച്ചകളെ മാറ്റുന്നവൻ, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവൻ, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നവൻ, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നവൻ ഇന്ന് പകരം അവിടുത്തെ കാലുകൾ നമ്മുടെ ശൂന്യതകളിലേക്ക് വെക്കാൻ പോകുക. നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കാൻ പോകുക, പ്രാർത്ഥനയിൽ ശക്തീകരിക്കാൻ പോകുക, അഭിഷേകത്തോടെ ദൈവം കൊണ്ടുവരാൻ പോകുക. പണ്ടത്തെ കൃപകൾ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ചൊരിയാൻ പോകുക. പണ്ടത്തെ പ്രാർത്ഥനയുടെ അനോയിന്റിംഗ് ദൈവം നിങ്ങൾക്ക് കൈമാറാൻ പോകുക. ആത്മാവിൽ നിങ്ങൾ കൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അധരത്തെ ദൈവം തുറക്കാൻ പോകുകയാണ്. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. ഇന്ന് പകൽ നിറയ്ക്കുന്ന ഒരു ദൈവം, അഭിഷേകത്താൽ നിറയ്ക്കുന്ന, ആത്മശക്തിയാൽ നിറയ്ക്കുന്ന, മൂവ് ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കിയിട്ട മണ്ഡലത്തിൽ കർത്താവിൻ്റെ കാലുകൾ സ്പർശിക്കാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങൂ. സകലവും നശിപ്പിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ എൻ്റെ ദൈവം സിയോനെ പണിയാൻ പോകുക. അതിൻ്റെ ഇടിവുകളെ നന്നാക്കാൻ പോകുക. അതിൻ്റെ പൂഴികളോട് അലിവ് തോന്നാൻ പോകുക. നോക്കി നിൽക്കുന്നവർ കാണെ അതിൻ്റെ നിന്ദകളെ ദൈവം ഉരുട്ടി മാറ്റാൻ പോകുക. ഇപ്പോൾ വിളിച്ചു പറ, കർത്താവേ, അങ്ങയുടെ കാലുകൾ നിത്യശൂന്യങ്ങളിലേക്കൊന്ന് വെക്കണമേ. കാലുകൾ വെച്ചാൽ സമുദ്രത്തെ ദൈവം വിഭാഗിക്കും. തിമിംഗലങ്ങളുടെ തലകളെ ഇടിക്കും, ഉടയ്ക്കും. ലിവ്യാതാൻ്റെ തലകളെ തകർക്കും. ജനത്തിനാഹാരമായി അതിനെ കൊടുക്കും. പ്രൈസ് ഗോഡ്. വിശന്നിരിക്കുന്ന തൻ്റെ ജനത്തിനാഹാരമായി അടിത്തട്ടിൽ കിടക്കുന്നതിനെ പറപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് നിൻ്റെ പാളയത്തിനകത്ത് ഇഷ്ടം പോലെ വർഷിപ്പിച്ച് തരാൻ കഴിവുള്ള സർവശക്തൻ്റെ കാലുകൾ ഈ പകൽ നിൻ്റെ ശൂന്യങ്ങളിലേക്ക് വെക്കുമ്പോൾ ഒരു നിറവ് വരുന്നു, നിനക്ക് സംതൃപ്തി വരുന്നു, പുഷ്ടി വരുന്നു, കരുത്ത് വരുന്നു, ബലം വ്യാപരിക്കുന്നു.
നീ ആത്മാവിൽ ശക്തിപ്പെടാൻ പോകുക. 1 ആഹാരം തരുന്നു, 2 ഉറവ് തുറന്നു വിടുന്നു. പ്രൈസ്തോ അടഞ്ഞിരിക്കുന്ന ഉറവകൾ യേശു ക്രിസ്തുവിൻ്റെ കാലുകൾ ഇന്ന് പകൽ ടച്ച് ചെയ്യാൻ പ്രാർത്ഥിക്കൂ. നിൻ്റെ വിഷയത്തിന്മേൽ ടച്ച് ചെയ്യൂ. ചില ഉറവുകളെ കർത്താവ് തുറന്നു വിടാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില നിയമനങ്ങൾ വരാൻ പോകുക. നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു. ഹല്ലേലൂയ. യെസ്, ഇന്ന് പകൽ കർത്താവിൻ്റെ കാലുകൾ ചവിട്ടുമ്പോൾ ചില അപ്പോയിൻമെൻറ്റ് ലെറ്ററുകൾ വരാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ ചില നിയമനങ്ങൾ നിന്നെക്കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കേണ്ടത്. യെസ്, നിൻ്റെ കുടുംബത്തിനകത്ത് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, ദൈവസഭയ്ക്കകത്ത് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകും. എവിടെ? ഇടിഞ്ഞിടത്ത്, തകർന്നിടത്ത്, പരാജയപ്പെട്ടിടത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അവിടുത്തെ കാലുകളുടെ സ്പർശനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ അനോയിൻറ്റിങ് ഇന്ന് പകൽ നിൻ്റെ മേലൊന്ന് വ്യാപരിക്കട്ടെ. ശൂന്യമായിടത്തൊന്ന് വ്യാപരിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി നെസന യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സന്തോഷത്തോടെ ഈ ദൂത ഏറ്റെടുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവിടുത്തെ കാലുകൾ വെച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും ഹല്ലേലൂയ നിയമിക്കപ്പെട്ടു. ചമച്ച ഒരു പ്രത്യേക തലം അവിടുത്തെ കാലുകൾ വെച്ചാൽ ചിലത് ചമയ്ക്കാൻ പോകുക, ചിലത് ഉണ്ടാക്കാൻ പോകുക. സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായെങ്കിൽ ഇന്ന് പകൽ ഉണ്ടാകുന്ന പുറത്തു കൊണ്ടുവരുന്ന സൃഷ്ടിക്കുന്ന ആ സ്പർശനം ശൂന്യങ്ങളിലേക്ക് വെക്കുമ്പോൾ ചിലത് സൃഷ്ടിക്കപ്പെടുക. ഇരുള് മാറുന്നു, വെളിച്ചം വീശുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് പകരൊന്ന് തിരിച്ചറിയട്ടെ. ആത്മാവിൻ്റെ ഒരു നിറവ് വരട്ടെ. ശൂന്യതകളിൽ ആത്മീകമായി ആരാധിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്നെ മന്ദതയിലേക്ക്, ഉറക്കത്തിലേക്ക്, ക്ഷീണത്തിലേക്ക്, മയക്കത്തിലേക്ക് തള്ളിവിടുന്ന ദുഷ്ടശക്തി, നിന്നെ ശൂന്യമാക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ഈ പകൽ സ്വർഗം ജയം കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ കാലുകൾ നിന്റെ കൂടാരത്തിനകത്തേക്ക് ഇന്ന് പകൽ സ്പർശിക്കാൻ പോകുക. അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. നിത്യശൂന്യങ്ങളിൽ അങ്ങയുടെ കാലടി വെച്ചപ്പോൾ ഉറവകൾ തുറന്നു വന്നു. അടിത്തട്ടിൽ കിടന്നത് ഞങ്ങൾക്ക് വേണ്ടി വർഷിപ്പിച്ച് ആഹാരമാക്കി തന്നു. ചിലതിനെ അങ്ങ് ചമച്ചു, ഞങ്ങൾക്ക് വേണ്ടി ചിലത് നിയമിച്ചിരിക്കാൻ ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ബലത്തോടെ, ഈ ശക്തിയോടും പൊട്ടുവാനിടയാക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, അവിടുന്ന് ചിലതിനെ നിയമിച്ചിരിക്കുന്നു, അവിടുന്ന് തുറന്നു വിട്ടിരിക്കുന്നു, അവിടുന്ന് കൽപ്പിച്ച് ചിലത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ശൂന്യതകളെ ദൈവം മാറ്റിയിരിക്കുന്നു. ഒരു വലിയ നിറവ്, കൃപമേൽ കൃപ ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ മേൽ അവിടുത്തെ ആത്മാവ് നൽകുന്നു. ഈ വചനങ്ങൾ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.